പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A function f from x to y is said to be onto or surjective if every element of y is the image of some elements of x. അതായത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ആകണമെങ്കിൽ വൈയിലെ ഓരോ എലമെന്റും എക്സിലെ ഏതെങ്കിലുമൊക്കെ എലമെന്റുകളുടെ ഇമേജുകളായിട്ട് വരണം. ഓൺ ടു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ ഇതാണ്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെറ്റ് ടു ബി ഓൺ ടു ഓർ സർജക്റ്റീവ് ഇഫ് ഫോർ എവരി വൈ എലമെന്റ് വൈ there exists an element x such that f of x equal to y. അതായത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ആകണമെങ്കിൽ രണ്ടാമത്തെ സെറ്റായ വൈയിലെ ഒരെലമെന്റ് വൈ കണ്ടെത്തുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെലമെന്റ് ഒന്നാമത്തെ സെറ്റായ എക്സിൽ നിന്ന് കണ്ടെത്തുകയും അതിന്റെ പേര് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ആ എക്സിനെ എഫ് കൊണ്ട് മാപ്പ് ചെയ്താൽ, അതായത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ അത് വൈക്ക് തുല്യമായി തീരുകയും വേണം. ഈ രണ്ട് ഡെഫിനേഷനും ഓൺ ടു ഫംഗ്ഷനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു ഡെഫിനേഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ലെറ്റ് x equal to set 1 2 3 4, y equal to set a b c and f equal to set 1 ordered pair 1a 2c 3b 4a. Verify f is 1. ഈ പ്രോബ്ലത്തിലെ ഫംഗ്ഷൻ വാല്യൂസ് തന്നിട്ടുള്ളത് ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ്. അതായത് എക്സ് ഒന്നാകുമ്പോൾ എഫ് വാല്യൂ എ, എക്സ് രണ്ടാകുമ്പോൾ എഫ് വാല്യൂ സി, എക്സ് മൂന്നാകുമ്പോൾ എഫ് വാല്യൂ ടി, എക്സ് നാലാകുമ്പോൾ എഫ് വാല്യൂ ടി. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഈ ഫംഗ്ഷന്റെ ആരോ ഡയഗ്രാം നമുക്ക് വരച്ചു നോക്കാം. ആരോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കും. x equal to set 1 2 3 4, y equal to set a b c, f equal to set ordered pair 1a 2c 3b 4a ആണ്. ഈ ഫംഗ്ഷന്റെ ആരോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഈ ഫിഗർ നമുക്ക് ലഭിക്കും. ഫംഗ്ഷൻ വാല്യൂസ് ഓർഡേർഡ് പെയർ ആയിട്ടാണ് നമുക്കുള്ളത്. ആദ്യത്തെ ഓർഡേർഡ് പെയർ 1a, അതായത് ഒന്നിൽ നിന്നും എയിലേക്ക് ആരോ മാർക്ക് വരയ്ക്കുക. രണ്ടാമത്തെ ഓർഡേർഡ് പെയർ 2c ആണ്, അതായത് രണ്ടിൽ നിന്നും സിയിലേക്ക് ആരോ മാർക്ക് വരയ്ക്കുക. മൂന്നാമത്തെ ഓർഡേർഡ് പെയർ 3b, മൂന്നിൽ നിന്നും ബിയിലേക്ക് ആരോ മാർക്ക് വരയ്ക്കുക. നാലാമത്തെ ഓർഡേർഡ് പെയർ 4a ആണ്, നാലിൽ നിന്നും എയിലേക്ക് ആരോ മാർക്ക് വരയ്ക്കുക. ഈ ഫംഗ്ഷൻ വാല്യൂസ് നമ്മൾ ഈ രൂപത്തിലും ഡിസ്പ്ലേ ചെയ്യാം. f of 1 equal to a, f of 2 equal to c, f of 3 equal to b, f of 4 equal to a. ഇവിടെ വൈയിലെ എല്ലാ എലമെന്റുകളും എക്സിലെ ഏതെങ്കിലുമൊക്കെ എലമെന്റുകളുടെ ഇമേജുകളായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒന്നിന്റെയും നാലിന്റെയും ഇമേജ് ആണ് എ, രണ്ടിന്റെ ഇമേജ് ആണ് സി, മൂന്നിന്റെ ഇമേജ് ആണ് ബി. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ വൈയിലെ എല്ലാ എലമെന്റുകൾക്കും എക്സിൽ പ്രീ ഇമേജുകൾ ഉണ്ട്. എയുടെ പ്രീ ഇമേജുകളാണ് 1 4,
ബിയുടെ പ്രീ ഇമേജ് ആണ് 3, സിയുടെ പ്രീ ഇമേജ് ആണ് 2. അപ്പോൾ വൈയിലെ എല്ലാ എലമെന്റുകളും എക്സിലെ ഏതെങ്കിലുമൊക്കെ എലമെന്റുകൾ മാപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺടു ആണ്. Since every element in Y have pre-image in X, clearly F is onto. നമ്മൾ നേരത്തെ കണ്ട ചിത്രം ഇതാണ്. ഈ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഓൺടു ഫംഗ്ഷന്റെ 1-2 പ്രത്യേകതകൾ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വൈയിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജുകൾ ഉണ്ടായി. എക്കും ബിക്കും സിക്കും എല്ലാം എക്സിൽ പ്രീ ഇമേജുകൾ വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്. ഈസ് എനി റിലേഷൻ ബിറ്റ്വീൻ കോഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ്. കോഡൊമൈനും റേഞ്ചും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്. ഈ ആരോ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സെറ്റ് എക്സ്, അതായത് സെറ്റ് 1, 2, 3, 4 അതാണ് ഫംഗ്ഷന്റെ ഡൊമൈൻ. രണ്ടാമത്തെ സെറ്റ് വൈ, അതായത് സെറ്റ് എ ബി സി അതാണ് ഫംഗ്ഷന്റെ കോഡൊമൈൻ. ഫംഗ്ഷന്റെ വാല്യൂസ് ആണ് ഈ തന്നിട്ടുള്ളത് എ സി ബി എ. അതിന് നമ്മളൊരു സെറ്റ് ആക്കി എഴുതുകയാണെങ്കിൽ അതും സെറ്റ് എ ബി സി എന്ന് ലഭിക്കും. അതാണ് ഫംഗ്ഷന്റെ റേഞ്ച്. രണ്ടാമത്തെ സെറ്റ് ഫംഗ്ഷന്റെ കോഡൊമൈൻ, ഫംഗ്ഷൻ വാല്യൂസിന്റെ സെറ്റ് റേഞ്ച്. ഇതിനെ നമുക്ക് ഒന്ന് എടുത്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. കോഡൊമൈൻ അതായത് y ഈക്വൽ ടു സെറ്റ് എ ബി സി, റേഞ്ച് അതായത് എഫ് ഓഫ് എക്സ്, അത് നമുക്ക് ലഭിക്കുന്നത് സെറ്റ് എ ബി സി. ഇവിടെ കോഡൊമൈനും റേഞ്ചും ഈക്വലായി. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഓൺടു ഫംഗ്ഷന് 2 പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പ്രത്യേകത കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത വൈയിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജുകൾ ഉണ്ടായി. ഈ 2 പ്രത്യേകതകളും നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. A function f from x to y is onto if and only if range of f equal to codomain of f. ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ y ആണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ചുരുക്കാം, range of f equal to y. ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എക്സാമിന് വൺവേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. രണ്ടാമത്തെ പ്രത്യേകത നമുക്ക് ഇങ്ങനെ എഴുതാം. A function f from x to y is onto if every element in y has pre-image in x. വൈയിലെ എല്ലാ എലമെന്റുകൾക്കും എക്സിൽ പ്രീ ഇമേജ് ഉണ്ടായി. ഓൺടു ഫംഗ്ഷന് ഡെഫിനിഷനായിട്ട് നമ്മളിപ്പോൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം തുടക്കത്തിൽ നമ്മൾ 2 ഡെഫിനിഷൻ പറഞ്ഞു. ഇപ്പോൾ 2 ഡെഫിനിഷൻ കിട്ടി. 4 ഡെഫിനിഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. പല പ്രോബ്ലങ്ങളിലും ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കണം. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, y ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആൻഡ് എഫ് ഈക്വൽ ടു സെറ്റ് 1a 2b 3c. വെരിഫൈ എഫ് ഈസ് ഓൺ. ഇവിടെയും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ആരോ ഡയഗ്രാം വരച്ചു നോക്കണം. ഈ പ്രോബ്ലത്തിൽ x equal to set 1, 2, 3, y equal to set a b c d, f equal to set 1a 2b 3c. ആരോ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫിഗർ ആയിരിക്കും ലഭിക്കുന്നത്. ആദ്യത്തെ ഓർഡർ പെയർ 1a, അതായത് 1 എയിലേക്ക്. സെക്കൻഡ് ഓർഡർ പെയർ 2b, 2 ബിയിലേക്ക്. മൂന്നാമത്തെ ഓർഡർ പെയർ 3c, അതായത് 3 സിയിലേക്ക്. ആരോ മാർക്ക് വരയ്ക്കുക. ഫംഗ്ഷൻ വാല്യൂസ് നമ്മൾ ഡിസ്പ്ലേ ആണെങ്കിൽ ഇങ്ങനെ കിട്ടുക. f of 1 equal to a, f of 2 equal to b, f of 3 equal to c. ഇവിടെ വൈയിലെ എലമെന്റായ d എക്സിലെ ഒരു എലമെന്റിന്റെയും ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട്.
വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ വൈയിലെ എലമെന്റ് ആയ ഡിക്ക് എക്സിൽ പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺടു അല്ല. സിൻസ് ദി എലമെന്റ് ഡി ഇൻ വൈ ഹാവ് നോ പ്രീ ഇമേജ് ഇൻ എക്സ്, therefore it is not on. നമ്മൾ നേരത്തെ ചിത്രം, ഈ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൺടു അല്ല. ഓൺടു അല്ലാത്തത് കൊണ്ട് ഇവിടെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ല. ഇവിടുത്തെ കോഡൊമൈൻ സെറ്റ് എ ബി സി ഡി ആണ്, റേഞ്ച് എ ബി സെറ്റ് എ ബി സിയുമാണ്. കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ല. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം.